എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ ഷെണായി സ്ക്വയറിലാണുള്ളത്. ഇന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഒരു ഉത്തരവ് പ്രകാരം നമ്മുടെ ഓട്ടോകളിൽ മീറ്റർ പതിപ്പിച്ചില്ലെങ്കിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യാം എന്ന ഒരു തീരുമാനം നടപ്പിലാക്കേണ്ട ദിവസമാണ്. ആ തീരുമാനവുമായി ബന്ധപ്പെട്ടിട്ട് തൊഴിലാളി പ്രസ്ഥാനങ്ങളോട് അതുപോലെ തന്നെ ഓട്ടോക്കാരോട് കൃത്യമായി ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനം എന്നുള്ള രീതിയിലും ഇത് നിലവിലെ സാഹചര്യത്തിൽ അത് അശാസ്ത്രീയമാണ് എന്ന അഭിപ്രായം ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രകടനവും അതുപോലെ തന്നെ പൊതുയോഗവും നടത്തിയിട്ടുള്ളത്. ആ വിഷയം എന്തായാലും ഓട്ടോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ മേഖലയാണ്. സാധാരണക്കാരായ ആളുകൾ ചെയ്യുന്ന തൊഴിലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകൾ ബസ്സിൽ യാത്ര ചെയ്തതിനു ശേഷം ഏറ്റവും കൂടുതൽ അവര് അത്യാവശ്യ യാത്രകൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു മേഖലയുമാണ് ഓട്ടോ മേഖല. ഓട്ടോ മേഖല എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പരിച്ഛേദമാണ്. അത് വലിയൊരു തൊഴിൽ മേഖലയുമാണ്. അത്തരം ഒരു സാഹചര്യത്തില് ഈ ഓട്ടോ തൊഴിലാളികൾക്ക് എന്താണ് മീറ്റർ ഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ തീരുമാനത്തിൽ അവരെന്തുകൊണ്ട് എതിർക്കുന്നു എന്ന കാര്യം പ്രേക്ഷകരുമായിട്ട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പച്ചവെളിച്ചം ഇങ്ങനെയുള്ള ഒരു ചർച്ചയുടെ നടത്തുന്നത്. CIT നേതാവ്, അതുപോലെ തന്നെ INTC നേതാക്കള്, അതുപോലെ തന്നെ BMSന്റെ അവരെ സംയുക്ത ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതാക്കന്മാര്, പ്രവർത്തകന്മാരൊക്കെ ഇവിടെയുണ്ട്. അവർക്ക് എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് നിങ്ങൾ മീറ്റർ അംഗീകരിക്കുന്നുണ്ടോ അല്ല, അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ തീരുമാനത്തിനെ നിങ്ങൾ എന്തുകൊണ്ട് എതിർക്കുന്നു? എന്താണ് CIT ഈ വിഷയത്തിൽ പറയാനുള്ളത്? മീറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോട്ടോർ മേഖലയിലെ ഒരു പ്രധാന ഘടകമാണ് ഓട്ടോറിക്ഷ എന്ന് പറയുന്നത്. മീറ്ററിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്ന ഒരു സംഘടനയാണ് CIT. നേരത്തെ തന്നെ പല കോണുകളിൽ നിന്നും ഓട്ടോറിക്ഷക്കാർ കൊള്ളയടിക്കുന്നു എന്ന രീതിയിൽ ഉള്ള വർത്തമാനങ്ങൾ വരുമ്പോഴെല്ലാം മീറ്റർ പ്രാവർത്തികമാക്കണമെന്ന് നിർബന്ധപൂർവം ആവശ്യപ്പെടുന്ന ഒരു സംഘടനയാണ് CIT. ഇവിടെ ഉള്ള വിഷയമെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പൊടുന്നനെ മറ്റെവിടെയും ആലോചിക്കാതെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഗൾഫിൽ യാത്ര ചെയ്ത് അവിടെ നിന്നും കിട്ടിയ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ലെറ്റർ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് അയച്ചു എന്നാണ് പറയുന്നത്. ഗൾഫിലോ മറ്റോ അവിടെയുള്ള മോട്ടോർ ക്യാബ് വാഹനങ്ങളിൽ ഇത്തരം സ്റ്റിക്കർ ഉണ്ട് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയില്ല. പക്ഷെ എന്തു തന്നെ ആയാലും അങ്ങനെ ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വരും വരായികകൾ നോക്കി ഏത് കാര്യവും നടപ്പിലാക്കുന്നതിനെയൊന്നും CIT ഒരിക്കലും എതിർക്കാറില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ? ഇവിടെ എവിടെയും ആലോചിക്കാതെ കണ്ട്, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി തന്നെ ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പറയാൻ വേണ്ടി കഴിയില്ല, എവിടെയും ആലോചിക്കാതെ കണ്ട് ഓട്ടോറിക്ഷകളിൽ ഒരു സ്റ്റിക്കർ പതിക്കണമെന്ന തീരുമാനമാണ് RTO ഓഫീസുകളിലേക്ക് വന്നിട്ടുള്ളത്. അത് ഒരു ഓട്ടോറിക്ഷകളിൽ ഒരു സ്റ്റിക്കറല്ല, ഡ്രൈവർക്ക് അഭിമുഖമായി ഒന്ന്, യാത്രക്കാർ കയറി സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡ്രൈവറുടെ സീറ്റിന്റെ പിറകിൽ മറ്റൊന്ന്, അങ്ങനെ 2 സ്റ്റിക്കർ ഒരു ഓട്ടോറിക്ഷകളിൽ പതിക്കണം. അത് ഓട്ടോറിക്ഷക്കാർ തന്നെ അത് ഉണ്ടാക്കി പതിക്കുകയും വേണം. സർക്കാരൊന്നും അത് കൊടുക്കുന്നില്ല. എന്താ സ്റ്റിക്കർ? മീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ യാത്ര സൗജന്യമാണ്. താൻ കയറിയ ഓട്ടോറിക്ഷയിൽ മീറ്റർ പ്രവർത്തിപ്പിച്ചില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഡ്രൈവറോടൊന്നും പറയാതെ യാത്ര കഴിഞ്ഞാൽ യാത്രക്കാരനെ ഇറങ്ങിപ്പോകാം. അതാണ് അതിന്റെ മലയാളം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇത് പറയുമ്പോൾ കുറച്ചൊന്ന് വലിയ ബുദ്ധിമാന്മാരാണ് ഈ കമ്മീഷണർമാരായിട്ടൊക്കെ വരുന്നതെന്നാണ് ഞങ്ങൾ ധരിക്കാറുള്ളത്. പക്ഷെ ഇതേതാണ്ട് ഒരു ഭ്രാന്തൻ തീരുമാനമാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. തികച്ചും ഭ്രാന്തമായ ഒരു തീരുമാനമാണ്. കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ വ്യത്യസ്തമുള്ള സംസ്ഥാനമാണ്. കേരളത്തിലെ ഏത് മേഖലയിലായാലും ട്രേഡ് യൂണിയൻ സംഘടനകൾക്ക് നല്ല സ്വാധീനമുള്ള മേഖലകളാണ് എല്ലാ മേഖലകളും. എന്നാൽ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ വിളിച്ച് ഇങ്ങനൊരു വിഷയമുണ്ട്, ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ അധിക ചാർജ് ഈടാക്കുന്നു എന്ന പരാതിയുണ്ട്, അത് പരിഹരിക്കാൻ നമുക്ക് കൂട്ടായി ആലോചിച്ചുകൂടെ എന്നൊരു ചോദ്യം അയാൾക്ക് ചോദിക്കാമായിരുന്നു. ഇതൊന്നും ചോദിക്കുന്നതിന് പകരം അപ്പോൾ അങ്ങനെ വന്നാൽ അതിലെന്താണ് പോരായ്മ എന്നൊക്കെ അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടും. ഇവിടെ ഒരു സുപ്രഭാതത്തിൽ ഇയാൾ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഇയാൾക്ക് തോന്നിയത്
ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ. ആ ഉത്തരവ് നേരെ RTO ഓഫീസിലേക്ക് അയക്കുകയാണ്. അത് സംബന്ധിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ കള്ളനല്ല എന്ന് കഴുത്തിൽ കെട്ടിത്തൂക്കി നടക്കുന്നതിന് തുല്യമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. രാവും പകലും ജോലി ചെയ്തുകൊണ്ട് തങ്ങളുടെ കുടുംബം പോറ്റുന്ന തൊഴിലാളി, ആ തൊഴിലാളിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ഒരു കമ്മീഷണർക്കും അവകാശമില്ല. അതങ്ങനെ വകവെച്ച് കൊടുക്കാനും പോകുന്നില്ല. അപ്പൊ അങ്ങനെ ഇരിക്കെ ഓട്ടോറിക്ഷക്കാരെല്ലാം കൊള്ളക്കാരാണ്. ഞങ്ങൾ പറയാം, ഈ സമൂഹത്തിന്റെ പരിച്ഛേദമാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളും. സമൂഹത്തിൽ കള്ളന്മാരും കൊള്ളക്കാരും ഉണ്ടെങ്കിൽ ഈ മേഖലയിലും അത് കണ്ടേക്കാം. ന്യായമായ നിലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട്. അതല്ലാതെ ചെറിയ ശതമാനം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്യുന്നവരുണ്ട്. അവരെ കണ്ടെത്താൻ ന്യായമായിട്ടുള്ള നിയമപരമായിട്ടുള്ള വഴികൾ ഇവിടെയുണ്ട്. ആ നിയമപരമായ വഴികളിലൂടെ അവരെ കണ്ടെത്തി ഏത് ശിക്ഷ കൊടുക്കുന്നതിനും ഉത്തരവാദപ്പെട്ട ട്രേഡ് യൂണിയൻ സംഘടന എന്നുള്ള നിലക്ക് CITU എതിരെയല്ല. CITU അതിനെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു കറകളഞ്ഞ ഒരു മേഖലയാക്കി ഇതിനെ മാറ്റിയെടുക്കണം എന്ന് തന്നെയാണ് CITUവിന്റെ ആഗ്രഹം. പക്ഷേ ഈ തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഇതിന്റെ ഒരു വിഷയമെന്ന് പറയുന്നത്, കേരളത്തിലെ ചാർജ് വർധനവിന്റെ ഘട്ടത്തിൽ തന്നെ ഈ കമ്മീഷൻ മുമ്പാകെ, രാമചന്ദ്രൻ നായർ കമ്മീഷനാണ് ഇപ്പം ഏറ്റവും അവസാനമുള്ളത്. രാമചന്ദ്രൻ നായർ കമ്മീഷൻ മുമ്പാകെ ഞങ്ങൾ ഹാജരാവുകയും ഞങ്ങൾക്ക് പറയാനുള്ളത് അവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താണ്? കേരളം തീരദേശം, ഇടനാട്, മലനാട് എന്നീ നിലകളിൽ 3 തരത്തിൽ തിരിക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ ഏരിയകളിൽ ഒരു ചാർജും, കോർപ്പറേഷൻ ഒഴികെയുള്ള സമതല പ്രദേശങ്ങളിൽ മറ്റൊരു ചാർജും, ഹൈറേഞ്ചുകളിൽ പ്രത്യേക പാക്കേജ് കൂടിയുള്ള ഒരു ചാർജും ഉണ്ടാവണമെന്ന് ഞങ്ങൾ കമ്മീഷൻ മുമ്പാകെ എല്ലാ ഘട്ടത്തിലും പറയാറുണ്ട്. പക്ഷേ ഏറ്റവും അവസാനം ഗസറ്റ് വിജ്ഞാപനം വരുമ്പോൾ 2 തട്ട് ചാർജ് മാത്രമേ പ്രഖ്യാപിക്കാറുള്ളൂ. മലയോര മേഖലയെ പരിഗണിക്കാറേയില്ല. ഇവിടെ ഇന്ന് തന്നെ ഒരുപാട് ആളുകൾ വിളിച്ചു. ആലക്കോട് നിന്നാണ് കൂടുതൽ വിളി വന്നത്. 2 ആളെ മാത്രം കയറ്റി കയറ്റം കയറാത്ത, ആപ്പ വണ്ടിയിൽ കയറ്റി കഴിഞ്ഞാൽ കയറ്റം കയറാത്ത കുന്ന് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ അത്തരം പ്രദേശത്ത് പ്രത്യേകമായിട്ടുള്ള പാക്കേജ് ആവശ്യമാണ്. ഇവിടെ ഇപ്പോ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് പറയാനുള്ളത്, കോർപ്പറേഷൻ ഏരിയക്കകത്ത് 4 കിലോമീറ്റർ ചുറ്റളവിൽ മീറ്ററിൽ എത്രയാണോ കാണുന്നത് ആ തുക മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. അത് ന്യായമാണ്. പക്ഷേ അത് കഴിച്ച് ബാക്കിയുള്ള എല്ലാ പ്രദേശത്തും മീറ്ററിൽ എത്രയാണോ കാണുന്നത് 100 രൂപ മീറ്ററിൽ കണ്ടാൽ ഞങ്ങൾക്ക് 135 റുപ്യ ന്യായമായും വാങ്ങാൻ ഗസറ്റ് വിജ്ഞാപനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അതിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ, മിനിമം ചാർജ് 30 രൂപയാണ്. ഞങ്ങളുടെ ഓട്ടോയിൽ 100 രൂപ കണ്ടു. 100 രൂപ കണ്ടാൽ 30 രൂപ അതിൽ നിന്ന് മാറ്റിവെക്കുന്നു. അതിന് വർധനവില്ല. ബാക്കി 70 രൂപക്ക് 50% വർധനവുണ്ട്. 70 രൂപയുടെ 50% വർധനവ് എന്ന് പറഞ്ഞാൽ 35 രൂപയായി. അപ്പൊ 70, 35, 105. 105ഉം നേരത്തെ മാറ്റിവെച്ച 30ഉം ഇതാണ് ഞങ്ങൾ കൊടുക്കേണ്ടത്. പക്ഷെ ഇത് ഒരു യാത്രക്കാരൻ ഒരു സ്ഥലത്ത് പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ 100 രൂപ കണ്ടു, 135 ആവശ്യപ്പെടുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ ഡ്രൈവർ തല്ലിന്ന് വരെ വരാം. അപ്പൊ ഈ ലഹളകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒന്നുകിൽ ചെയ്യാൻ കഴിയുക, മീറ്ററിൽ തന്നെ കോർപ്പറേഷൻ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകമായ മീറ്റർ സംവിധാനം ഉണ്ടാക്കി ഈ രൂപ മീറ്ററിൽ കാണിക്കുന്ന സ്ഥിതി ഉണ്ടാവുക. അതല്ലെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകമായ ഒരു ചാർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷകൾക്ക് 10 രൂപ മിനിമം ചാർജ് ഉള്ള കാലത്ത് ചാർട്ട് ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിൽ കൃത്യമായി ഈ 50% വർധനവോട് കൂടിയാണ് ചാർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലുള്ള ഒരു ചാർട്ട് ഗവൺമെന്റിന് പ്രഖ്യാപിക്കാമായിരുന്നു. ഈ രീതിയിലല്ലാതെ ഇത് ഏകപക്ഷീയമായി തന്നിഷ്ടം ഈ മേഖലക്കകത്ത് നടപ്പിലാക്കി പോവുക എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. മീറ്ററിനെ പൊതുവെ ഞങ്ങൾ അംഗീകരിക്കുന്നു. എന്താണ് INDCയുടെ നിലപാട്? എന്താ മീറ്റർ സംവിധാനത്തിനെ INDC പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുണ്ട്. അതിലുള്ള പോരായ്മകൾ പരിഹരിച്ച് തരിക എന്നുള്ളതാണ് നമ്മൾ ആവശ്യം. നേരത്തെ പറഞ്ഞതുപോലെ ഐസക് ന്യൂട്ടൺ ഭൂഗുരുത്വാകർഷണം കണ്ടുപിടിച്ചതുപോലെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഉറങ്ങിയെണീച്ച ഉടനെ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് തലയിൽ ഉദിച്ച ഒരു ബോധോദയം ആണ് ഈ ഓട്ടോറിക്ഷകളിൽ കയറിയ യാത്രക്കാർ ഫെയർ മീറ്റർ പ്രവർത്തിച്ചില്ലെങ്കിൽ വാടക കൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം പതിപ്പിക്കണം, സ്റ്റിക്കർ അടിച്ച് പതിപ്പിക്കണം എന്നുള്ള തീരുമാനം. ഈ തീരുമാനം നേരത്തെ രാമേന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ കള്ളന്മാരല്ല എന്ന് നമ്മൾ സ്വയം പ്രവർത്തിപ്പിക്കണം എന്ന് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം നമുക്ക് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ തയ്യാറാവില്ല. മീറ്റർ സംവിധാനത്തെ നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്യുന്നത്.
മീറ്ററിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അത് മീറ്ററിൽ എങ്ങനെ വേണം, തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും അതുപോലെ കോർപ്പറേഷൻ മേഖലകളിലും 3 തരം മീറ്ററുകൾ ഉണ്ടായിരിക്കണം. കോർപ്പറേഷനിൽ മീറ്റർ ചാർജ്, അതുപോലെ മറ്റ് തീരദേശ മേഖലകളിൽ മീറ്റർ ചാർജും അതിൻ്റെ പകുതിയും വാങ്ങിക്കുന്ന രീതിയിൽ, അതുപോലെ മലയോര മേഖലയിൽ മീറ്റർ ചാർജിൻ്റെ ഇരട്ടി. ഉദാഹരണം, 15 രൂപയാണ് മിനിമം ചാർജ് എങ്കിൽ കോർപ്പറേഷനിൽ 30 രൂപയാണ് മിനിമം ചാർജ് എങ്കിൽ കോർപ്പറേഷനിൽ ആ 30 രൂപയും അതിനുശേഷം വരുന്ന 10 രൂപയാണ് വർദ്ധിക്കുന്ന ആ 10 രൂപയുടെ കണക്ക് മാത്രം കാണിച്ചാൽ മതി, 40 രൂപ കാണിച്ചാൽ മതി. അതേസമയം നമ്മൾ തീരദേശ മേഖലകളിൽ മീറ്റർ ചാർജിന്റെ 30 രൂപ മിനിമം ചാർജ് കഴിച്ച് ബാക്കി വരുന്ന 10 രൂപയാണെങ്കിൽ അതിന്റെ 5 രൂപ കൂട്ടി അത് 45 രൂപ വീതം കാണിക്കുന്ന രീതി. മലയോര മേഖലകളിലാണെങ്കിൽ അത് 30ഉം 10ഉം 40 രൂപയാണ് കാണിക്കുന്നതെങ്കിൽ അത് 50 രൂപയായി കാണിക്കുക. ഇതാണ് ഓട്ടോ മേഖലയിൽ നടപ്പാക്കേണ്ട തീരുമാനത്തിന് INTUC പറയുന്നത്. അല്ലാതെ യാതൊരു കാരണവശാലും മീറ്റർ സംവിധാനത്തിനോ ഇവിടെ വരുന്ന നിയമങ്ങൾ അംഗീകരിക്കാനോ അനുസരിക്കാതിരിക്കാനോ INTUC തയ്യാറില്ല. ഇതിന്റെ പോരായ്മകൾ, മീറ്ററിന്റെ പോരായ്മകൾ പൂർണ്ണമായും പരിഹരിച്ച് ഈ സ്റ്റിക്കർ പതിപ്പിക്കണമെന്ന കരിനിയമം ട്രാൻസ്പോർട്ട് കമ്മീഷണർ പിൻവലിച്ചേ തീരൂ. പിൻവലിക്കുന്നത് വരെ നമ്മൾ ഓട്ടോറിക്ഷ വേണമെങ്കിൽ പണിമുടക്കി സമരം ചെയ്യുന്ന രീതിയിലേക്ക് പോലും സംഘടനകൾ തയ്യാറാവുമെന്നാണ് ഇതിൽ പറയാനുള്ളത്. BMS എന്ത് പറയുന്നു? BMS പറയുന്നത് ഓട്ടോ മീറ്റർ ചാർജിന് എതിരല്ല, മീറ്റർ ചാർജ് വേണം തന്നെയാണ് ഏത് കാലത്തും BMS പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൽ ഇപ്പം മറ്റുള്ള നേതാക്കന്മാർ പറഞ്ഞതുപോലെ തന്നെ അപാകതകളുണ്ട് ഒരുപാട്. ആ അപാകതകൾ പരിഹരിക്കാം. അത് ഇല്ലെങ്കിൽ തൊഴിലാളികളും യാത്രക്കാരും തമ്മിൽ നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ വരും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നിയമം വന്ന സമയത്ത് ഇങ്ങനൊരു നിയമം ഉത്തരവ് ഇറക്കിയതോടുകൂടെ നമ്മൾ മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇന്ന് പയ്യന്നൂരിൽ നിന്ന് പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഒരു തൊഴിലാളി അറിയാതെ അവൻ്റെ മീറ്റർ ഒന്ന് ഇട്ടു. അപ്പോൾ അതിലത്തെ യാത്രക്കാരനെ ഇത് ശ്രദ്ധിച്ച് ആടെ എത്തുമ്പോൾ 52 രൂപ ചില്ലറായിട്ടാണ് അതിൽ വരുന്നത്. ആ മീറ്റർ കറക്റ്റാണോ നോക്കാൻ വേണ്ടി ഇട്ടതാണ്. അപ്പോൾ ആടെ എത്തിയ ശേഷം ആ പാസഞ്ചർ ഇറങ്ങിയിട്ട് പറഞ്ഞു, ഇനി ഈ പൈസ കാണിക്കുന്നത് തരാൻ പറ്റില്ല, ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്, അത് തരാൻ പറ്റില്ല. അപ്പോൾ അവൻ അറിയാതെ കണ്ട് ഇട്ടുപോയതാണ്. അപ്പോൾ അത് നമ്മൾ അവിടെ ഭയങ്കര പ്രശ്നമായി. നമ്മൾ ഇടപെട്ടു, ആ പ്രശ്നം പരിഹരിച്ചു. ഈ ഒരു പ്രശ്നം നിരന്തരം ഉണ്ടാവും. അപ്പോൾ ഈ മീറ്റർ ചാർജിനെ കുറിച്ച് ജനങ്ങൾക്കൊരു ധാരണയില്ല. ഈ ജനങ്ങൾക്ക് ധാരണയില്ലാത്തടത്തോളം കാലം നമുക്കിത് കണക്കുകൂട്ടി ഓരോ സ്ഥലത്ത് പോയി കണക്കുകൂട്ടി കണക്കുകൂട്ടി ഈ പൈസ വാങ്ങലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രായോഗികമല്ല. ആദ്യം ജനങ്ങൾക്ക് ഇതിനെ പറ്റിയൊരു ധാരണ വേണം. തൊഴിലാളികളെ ബോധവൽക്കരണം ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. അതെങ്ങനെ വാങ്ങണം എന്നുള്ളത് അത് നമ്മൾ എത്രയാണോ പൈസ വാങ്ങേണ്ടത്, ഗവൺമെൻറ് പറയുന്ന പൈസ വാങ്ങാൻ നമ്മൾ റെഡിയാണ്. അത് എത്രയാണോ വാങ്ങേണ്ടത് എന്നുള്ളത് കൃത്യമായി നമ്മൾ ആ മീറ്ററിൽ കാണിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന് ആർക്കും ഒരു എതിർപ്പില്ല. ഇത് നല്ല രീതിയിൽ പരിഹരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ്. ഇതിങ്ങനെ വിവാദമാക്കി എടുക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ പിന്നെ ഈ പയ്യന്നൂര് നിങ്ങൾ ഏത് കാറ്റഗറിയിലാണെന്ന് പെടുത്തുന്നത് അറിയില്ല. ഇപ്പം പൊതുവേ ഇവിടെ സമൂഹത്തിൽ നടക്കുന്ന ചർച്ച മീറ്റർ പിന്നെ വെക്കാൻ വേണ്ടിയിട്ട് ഓട്ടോ തൊഴിലാളി സംഘടനകൾ അനുവദിക്കുന്നില്ല എന്നാണ്. അതാണ് ചർച്ചയുണ്ടായിരുന്നത്. നമ്മളവിടെ പലപ്പോഴും എന്താണ് മീറ്ററിന്റെ കാര്യം എന്താണ്, നിങ്ങൾ പോലെയുള്ള മാധ്യമങ്ങളൊന്നും അത് ചർച്ച ചെയ്യാത്തതെന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ പിന്നെ നമ്മളും ധരിച്ചിരുന്നത് മീറ്റർ വെക്കുന്നതിന് നിങ്ങൾ എതിരാണ്. അന്ന് നിങ്ങൾ എതിരാണ്, അല്ല ഇന്ന് നിങ്ങൾ മീറ്റർ വെക്കാൻ അനുകൂലം എന്നാണോ നിങ്ങളുടെ നിലപാട്? നമ്മൾ അന്നും എതിരല്ല, ഇന്നും എതിരല്ല. ഇതിന്റെ മീറ്ററിന്റെ സംവിധാനത്തിൽ ഇപ്പൊ നിലവിലുള്ളത് കോർപ്പറേഷനിൽ മാത്രം മീറ്റർ ചാർജും, കോർപ്പറേഷനിൽ 5 കിലോമീറ്റർ പരിധിയിൽ മാത്രം മീറ്റർ ചാർജും, മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോൾ മീറ്റർ ചാർജ് മിനിമം ചാർജ് കഴിച്ച് ബാക്കിയുള്ളതിൽ മീറ്ററിൽ കാണുന്നതിന്റെ പകുതി കൂടി നിൽക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ പയ്യന്നൂരിൽ മുനിസിപ്പാലിറ്റിയിലെ നിയമം, 2 തരം നിയമങ്ങളാണ് ഇപ്പം നിലവിലുള്ളത്. അതൊന്ന് കോർപ്പറേഷൻ മേഖലയിൽ മീറ്റർ ചാർജും അത് കഴിച്ച് കഴിഞ്ഞാൽ മിനിമം ചാർജ് കഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന് അതേ ചാർജ് വാങ്ങിക്കാനും, അത് മറ്റ് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും മീറ്റർ മിനിമം ചാർജ് 30 രൂപ കഴിച്ച് ബാക്കി വരുന്നതിന്റെ പകുതി കൂടി വാങ്ങിക്കുക എന്നുള്ളതാണ് നിയമം. അതുപോലെ തന്നെ ഇപ്പോൾ പയ്യന്നൂരിൽ വാങ്ങിക്കുന്നത് ആ നിയമം മീറ്ററിൽ കണക്കാക്കി കാണിച്ച് പയ്യന്നൂരിൽ നടപ്പാക്കിയാൽ പയ്യന്നൂരിൽ മീറ്റർ ഇട്ട് ഓടുന്നതിന് യാതൊരു വിരോധമില്ല. ഇപ്പം നിലവിൽ വാങ്ങിക്കുന്ന ചാർജും പയ്യന്നൂരിൽ നമ്മളിപ്പോൾ സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റി അടിച്ചിറക്കിയ പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൽ ഉള്ളത് പയ്യന്നൂരിൽ ഉള്ളത് നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നമ്മളെ ഗവൺമെന്റ് വിജ്ഞാപനത്തിൽ പറഞ്ഞ അതേ ചാർജ് തന്നെയാണ് നമ്മളിപ്പോൾ ചാർജ് ബുക്കിൽ കാണിച്ചിട്ട് വാങ്ങിക്കുന്നത്. അതല്ലാതെ ഇപ്പം ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ ഇപ്പം ട്രാൻസ്പോർട്ട് കമ്മീഷണറോ ഗവൺമെന്റോ പറയാത്ത ചാർജല്ല പയ്യന്നൂരിൽ വാങ്ങിക്കുന്നത്. കൃത്യമായ അംഗീകരിച്ച ചാർജ് തന്നെയാണ് പയ്യന്നൂരിൽ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം ചോദിക്കുന്നത് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നത് നിങ്ങളുടെ പ്രസംഗമൊക്കെ കേട്ട സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തായാലും സുതാര്യത വരണം എന്നതിനെ കുറിച്ചിട്ട് ഒരു തർക്കമില്ല. കാരണം പൊതുസമൂഹത്തിനടുക്ക് നിൽക്കുന്ന സമയത്ത് ഈ വിഷയത്തിൽ ഒരു സുതാര്യത വേണം.
ഇപ്പം നമ്മളൊരു മാധ്യമം ഒരു ഓട്ടോറിക്ഷക്കാരുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്ത കൊടുത്താല് നമ്മുടെ നാട്ടുകാരെല്ലാവരും എന്ത് ചെയ്യുന്ന പറഞ്ഞാല് പിന്നെ ഓട്ടോറിക്ഷക്കാർക്ക് എതിരായിട്ടുള്ള ഒരു സമീപനമാണ് എടുക്കുന്നത്. അത് ആ ഒരു അഭിപ്രായം എനിക്കില്ല. പതിനൊരു ഓട്ടോറിക്ഷക്കാർ മുഴുവൻ മോശക്കാരാണെന്ന് ഒരു അഭിപ്രായം. കാരണം ഓട്ടോറിക്ഷക്കാരുടെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം അവരുടെ കൂടെ ജീവിക്കുകയൊക്കെ ചെയ്ത ഒരാളാണ് ഞാൻ. ടൗണിൽ തന്നെ ഉണ്ടായ ആളാണ്. ടൗണിലെ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ അന്നും അതെ ഇന്നും അതെ. ഒരു ആവശ്യം വന്നു കഴിഞ്ഞാല് പിന്നെ കാക്കിയിട്ടവർ തന്നെയാണ് ഓടിയെത്തുക. അതിലൊരു തർക്കമില്ല. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു സമീപനം ഇവിടെയുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തെറ്റായ സമീപനം എടുക്കുന്നവർക്കെതിരെ ഒരു തരത്തിൽ നമ്മൾ പിന്തുണക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥന് പിന്നെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു നാടാണോ നമ്മുടെ രാജ്യം? നിങ്ങൾ CIT അടക്കം പിന്തുണക്കുന്ന ഒരു സംഘടനയാണ്, ഒരു ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. അങ്ങനെ ഭരിക്കുന്ന സമയത്ത് അവിടെ മന്ത്രിമാരില്ല, അവർക്കൊരു നയവുമില്ലേ? അവർക്ക് ഒരു ഉദ്യോഗസ്ഥന്റെ തലയിൽ ഉദിച്ച പോലെ തന്നെ നിങ്ങൾ വളരെ ആക്ഷേപകരമായ രീതിയിൽ അതുപോലെ നിങ്ങൾ പ്രതിഷേധം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ തലക്ക് സുഖമില്ലാത്തൊരു ഉദ്യോഗസ്ഥൻ ആയ ഒരാൾക്ക് എന്ത് തീരുമാനിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യമാണോ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത്? എന്താണ് CIT ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ ചോദ്യം പൂർണ്ണമായും ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അത് പറയുമ്പം ആ രീതിയിൽ തന്നെ രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടോടുകൂടി അതിന് മറുപടി പറയാനും പറ്റുള്ളൂ. കാരണം ഈ ഗവൺമെന്റ് പോളിസി നടപ്പിലാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് ഉദ്യോഗസ്ഥന്മാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ പല ഘട്ടങ്ങളിലും ഗവൺമെന്റ് പോളിസിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇയാൾ എന്ന കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയവും ഇല്ല. കാരണം അല്ലെങ്കിൽ അയാൾ സ്വാഭാവികമായും ഉത്തരവാദപ്പെട്ട ട്രേഡ് യൂണിയൻ സംഘടനകളെല്ലാം വിളിച്ച് ചർച്ച നടത്തി ഇങ്ങനൊരു വിഷയമുണ്ട്, ഓട്ടോറിക്ഷകൾക്ക് അമിതമായിട്ടുള്ള ചാർജ് കേരളത്തിൽ ഈടാക്കുന്നു പല സ്ഥലങ്ങളിലും എന്നുള്ള പരാതി വരുന്നുണ്ട്. ആ പരാതി നമുക്ക് പരിഹരിക്കാൻ ഇങ്ങനെയൊരു രീതി നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചർച്ച അയാൾക്ക് നടത്താമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ അയാൾ ഏകപക്ഷീയമായി ട്രാൻസ്പോർട്ട് മന്ത്രിയോടുകൂടി സംസാരിച്ചോന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ആ രീതിയിൽ ഒരു തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകുന്നതിനെയാണ് എതിർക്കുന്നത്. ഇത് ഇടതുപക്ഷ ഗവൺമെന്റ് ആയതുകൊണ്ട് മാത്രം ഇടതുപക്ഷ അനുകൂലിപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിക്കൊള്ളണമെന്നില്ല. ഇടതുപക്ഷ ഗവൺമെന്റിനെ ഏത് രീതിയിലും വെച്ചുപൊറുപ്പിക്കില്ല എന്ന് കരുതുന്ന ഉദ്യോഗസ്ഥന്മാരെയും കണ്ടേക്കാം. ആ കൂട്ടത്തിൽ പറ്റിയ ഒരാളാണ് ഇയാളെന്ന് തന്നെയാണ് എനിക്ക് ആരോപിക്കാനുള്ളത്. അല്ലാതെ ഇതൊരു ഗൾഫ് നാടുകളിലെ പോലെ രാജഭരണം നടക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. ഇത് ജനാധിപത്യ ഭരണമാണ്. അപ്പോൾ ജനാധിപത്യ ഭരണത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ ഇടപെടാൻ ഉദ്യോഗസ്ഥർ താല്പര്യം കാണിക്കണം, അതിനവർ പ്രതിജ്ഞാബദ്ധരായിരിക്കണം എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. അല്ല, പിന്നെ അതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പൂർണ്ണമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചില ആളുകൾ ഇപ്പോൾ 100 ആളുണ്ടെങ്കിൽ ഒരു 4-5 ആളുകൾ ഈ ക്രമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളെ കണ്ടേക്കാം. അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെയുണ്ട്. അത്തരം നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിന് ട്രേഡ് യൂണിയനിൽ ഒരു കാരണവശാലും എതിർക്കില്ല. അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന വിഷയവും ഉണ്ടാവില്ല. ഇവിടെ ഇതിൽ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ കോഴിക്കോട് പോയപ്പോൾ മീറ്റർ തുക മാത്രമേ അവർ വാങ്ങിയുള്ളൂ, അതെന്താ? രണ്ടാമത്തെ ഒരു ചോദ്യം കമന്റ് വരുന്നതാണ്, സ്വന്തം പുസ്തകം അടിച്ച് ചാർജ് വാങ്ങുന്ന സ്ഥലം പയ്യന്നൂര്. ഇതാണ് കമന്റ് ആയിട്ട് വരുന്നത്. ഇപ്പം വന്ന ലൈവാൻ സാധനം കമന്റ് ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്വന്തം പുസ്തകം അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ ഗസറ്റ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണ്. ഈ ലൈവിന്റെ കൂടെ തന്നെ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാണ്. ആ ഗസറ്റിൽ പറഞ്ഞതിനേക്കാൾ 50 പൈസയെങ്കിലും അധികം വാങ്ങിയെന്ന് പറയാൻ തയ്യാറാവുമെങ്കിൽ ഞാൻ ഈ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺവീനറാണ്. ഈ പരിപാടി ഞാനിവിടെ മതിയാക്കും. അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. കോഴിക്കോട് കോർപ്പറേഷനിൽ എന്തുകൊണ്ട് മീറ്റർ ഇട്ട് വന്നു? കോർപ്പറേഷനിൽ മീറ്റർ ചാർജ് വാങ്ങിക്കാനേ അധികാരമില്ല. അതാണ് കോഴിക്കോടുള്ള സംഭവം. നമ്മളെ പയ്യന്നൂർ അത് പറ്റൂല. പയ്യന്നൂർ കോർപ്പറേഷൻ അല്ല, മുനിസിപ്പാലിറ്റിയാണ്. ഈടെയുള്ള നിയമം ഗസറ്റ് വിജ്ഞാപനത്തിലുള്ള തന്നെയാണ് മീറ്ററിൽ കാണുന്നതിന്റെ മിനിമം ചാർജ് കഴിച്ച് ബാക്കിയുള്ളതിന്റെ പകുതി തുക കൂടി കൂട്ടി വാങ്ങിക്കാൻ നമ്മളെ വിജ്ഞാപനത്തിനുള്ളതാണ്. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഞാൻ നിങ്ങളെ പ്രകടനം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് എത്തിയത്. എത്തുന്ന സമയത്ത് നിങ്ങൾ ഇടുന്ന ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. INTUC നേതാവ് ഇടുന്ന ഒരു കാര്യം, ഒരു അനൗൺസ്മെന്റ് നടത്തുന്നുണ്ടായിരുന്നു. ഞാനത് എടുത്തിട്ടില്ല. ബോധപൂർവ്വം എടുക്കാണ്ട് തന്നെയാണ്. അതൊരു വിവാദമാക്കേണ്ട വെച്ചിട്ടാണ്. അത് കുറച്ച് വിവാദമാവുന്ന ഒരു സാധനമാണ്. അതിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പല ഓട്ടോറിക്ഷ ഓടുന്നുണ്ട് പയ്യന്നൂരിൽ. നിങ്ങളെ ബാധിക്കുന്ന വലിയ വിഷയമാണല്ലോ ഇത്. ആണല്ലോ, അതിന് തർക്കമൊന്നുമില്ല. നിങ്ങളെ ബാധിക്കുന്ന വിഷയം നിങ്ങൾ ഇതിൽ അപമാനിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏകപക്ഷീയമായിട്ട് ഒരു ഉദ്യോഗസ്ഥനും ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകളെ വിളിച്ചു ചേർക്കാതെ ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരമില്ല. അതിൽ ഇനി എനക്കെതിരെ എന്ത് കമന്റ് വന്നാൽ എനിക്ക് പ്രശ്നമല്ല. ഓട്ടോ മേഖലയിൽ ഒരു സുപ്രധാനമായ തീരുമാനം കൊണ്ടുവരുന്ന സമയത്ത് ഓട്ടോ തൊഴിലാളികളോട്
ചോദിക്കാതെ അവരെ വിളിച്ചിരുത്തി അവരോട് സംസാരിക്കാതെ ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരം ഒരു ഉദ്യോഗസ്ഥനുമില്ല. ഇത് വളരെ കപടനമൊന്നുമല്ല, അതിൽ തർക്കമില്ല. പക്ഷേ നിങ്ങളിവിടെ സമരം നടത്തി ഇവിടെ പ്രസംഗിക്കുന്ന സമയത്ത് എനിക്കൊന്ന് വി രാമചന്ദ്രേട്ടൻ പ്രസംഗിക്കുന്ന സമയത്ത് ലാസ്റ്റ് സമയത്ത് ഞാൻ എടുത്തുന്നു, ഞാൻ പല ഓട്ടോറിക്ഷ ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളോട് അവർ സഹകരിക്കാത്തത് നിങ്ങളുടെ നിലപാട് തെറ്റായതുകൊണ്ട് എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ സഹകരിക്കാത്തതല്ല വിഷയം. ഒന്നുമായി പറയട്ടെ, നിങ്ങൾക്ക് പറയാം. ഒരു മിനിറ്റ്. ഈ തീരുമാനം നമ്മൾ ഇന്നലെ കൈക്കൊള്ളുന്നത് ഇന്നലെ രാവിലെ ഇന്നലെ ഉച്ചക്ക് 1 മണിക്ക് ശേഷമാണ് ഈ ഇതുപോലെ സമരം ഈ പ്രകടനം നടത്താനും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതിനു മുമ്പേ തന്നെ ചിലവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്, മറ്റെന്തെങ്കിലും അത്യാവശ്യ ഓട്ടങ്ങളിൽ വേണ്ടുന്നത്, അതൊക്കെ സർവീസുകൾ ഏറ്റെടുത്തിട്ടുണ്ടാവും. ഉദാഹരണം, ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു ട്രിപ്പ്, അപ്പം നമ്മൾ ഈ ഒരു സമരത്തിന് അയാൾ ഈ പയ്യന്നൂരിൽ 1072 PM നമ്പറുള്ള വണ്ടിയുണ്ട്. ഈ 1072 PM നമ്പറുകാരും ഈ സമരത്തിലും ഈ പ്രശ്നത്തിലും 100% യോജിച്ചത് തന്നെയാണ്. ആ ഓടുന്നത് ഇതിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടല്ല, അവരുടെ സാങ്കേതിക പ്രശ്നങ്ങൾ ഇതുപോലെ അർജന്റ് ആവശ്യം ട്രിപ്പ് ഏറ്റത് പോകുന്നതുകൊണ്ടും, അതുപോലെ തന്നെ രാവിലെ ഒരു 9 മണിക്ക് 9 മണിക്ക് വന്ന് ഒരു ലോങ് ട്രിപ്പ് കിട്ടി. ആ ലോങ് ട്രിപ്പ് കിട്ടി മടങ്ങി വരുമ്പോഴും നമ്മൾ ഈ പരിപാടി ആരംഭിച്ചു. അപ്പോൾ അയാൾ ഇതിൽ പങ്കെടുക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം പങ്കെടുക്കാം. എന്താണ് ഇവിടെ അത് വിശദീകരിച്ചു കഴിഞ്ഞു. കാരണം നേരത്തെ എനിക്ക് ഓട്ടോറിക്ഷ 2 ദിവസം മുമ്പെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് പോകുന്നതിലുണ്ട്. പക്ഷെ ഇതിന്റെ മറവിൽ ചിലർ സമർത്ഥന്മാരായിട്ടുള്ള ചില ആളുകൾ, അത്തരക്കാരെയാണ് നമ്മൾ നിയമത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത്. അത്രക്കാരെ ശ്രദ്ധിക്കണം എന്നുള്ള അഭിപ്രായം തന്നെ നമുക്കുണ്ട്. പക്ഷെ എന്താ പറയാ, സമരം ഉണ്ടായാൽ പോലും എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്താ പറയാ, ഓട്ടോറിക്ഷക്കാരെ പയ്യന്നൂരിലെ ഓട്ടോറിക്ഷക്കാരെ കുറിച്ചിട്ട് ഏറെ നല്ലതും പറഞ്ഞിട്ടുണ്ട്, വിമർശനവും പറഞ്ഞ ഒരാളാണ് നമ്മൾ. പക്ഷെ അതിൽ തർക്കമില്ല. പക്ഷെ ഒരു കാര്യം എന്താ പറയാ, ഇനി നിങ്ങൾ സമരം പ്രഖ്യാപിച്ചാലോ ഒരു ഹോസ്പിറ്റൽ കേസെല്ലാം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഓടണം എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് എന്നാ പറഞ്ഞു. അപ്പൊ അതില് നമ്മള് എന്തുകൊണ്ട് ഇവര് ചില ആളുകൾ പങ്കെടുത്തില്ല എന്നുള്ളത് സംബന്ധിച്ച് സ്റ്റാൻഡ് അടിസ്ഥാനത്തിൽ ലിസ്റ്റ് തന്നെ ഞങ്ങൾ തയ്യാറാക്കും. അവരോട് വിശദീകരണം ചോദിക്കുകയും ചെയ്യും. അതിലൊന്നും യാതൊരു തർക്കമില്ല. കാരണം ആ രീതിയിൽ നിങ്ങൾക്കറിയാലോ, ഇവിടെ ഓട്ടോ കോടതി നടപ്പിലാക്കിയ പ്രദേശമാണ് പയ്യന്നൂർ. വലിയ രീതിയിൽ എല്ലാ ലോക മാധ്യമങ്ങൾ പോലും ഇവിടെ വന്ന് അതിന്റെ വീഡിയോ എടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ അത് വീണ്ടും കൈകാര്യം ചെയ്യുന്നില്ല. അല്ല, സ്ട്രോങ് ആക്കി ചെയ്യേണ്ട കാര്യം തന്നെയുണ്ട്. അത് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ മാതൃകപരമായിട്ട് ഞാനടക്കം കൈരളിയിലെ വാർത്തയെ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഞാൻ കൊണ്ടുവന്ന് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോഴത് നിലവിലുണ്ട്. ഇടക്കാലത്ത് ചില വിഷയങ്ങളെല്ലാം വന്നെങ്കിലും ഇപ്പോഴത് വീണ്ടും സജീവമായി തന്നെ രംഗത്തുണ്ട്. ആ രീതിയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി നിങ്ങളെ പിന്തുണച്ചിട്ടും ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, നിയമങ്ങൾ കൂടി അറിയുക. ഉഷാ നായർ കമന്റ് ചെയ്യുന്നവർ തീരുമാനങ്ങൾ തീരുമാനിക്കുമ്പോൾ അതുമാകട്ടെ അത് ചർച്ച ചെയ്തിട്ട് തന്നെ ആവണം. നിങ്ങൾ അനുകൂലിച്ച് പറയുന്നുണ്ട് ആള്. പറഞ്ഞു. അപ്പൊ അത് വേറെ ഒന്നും പറയാനില്ല. പയ്യന്നൂര് പ്രാദേശികമായിട്ട് ഞാൻ പറയും, ഇപ്പൊ ഇതിൽ കമന്റ് വരുന്നോണ്ടാ പറയും. ഈ പയ്യന്നൂര് ഈ മീറ്റർ സംവിധാനം നിലവിൽ നമ്മൾ നടപ്പാക്കാൻ തയ്യാറാണ്. അതിലുണ്ടാകുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മീറ്റർ പൈസ ചാർജ് തീരുമാനിച്ചിട്ട് 3 പേർക്കാണ് യാത്ര. ഇവിടെ നമ്മൾ മിക്കവാറും കണ്ടൊക്കെ എല്ലാ വണ്ടിയിലും 4 യാത്രക്കാരാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽ തന്നെ നമ്മൾ നിയമപരമായി തെറ്റാണ്. നിയമമല്ല, നിയമപ്രകാരം 3 ആൾക്കാരെ മാത്രമേ നമുക്ക് കയറ്റാൻ വേണ്ടി പറ്റുള്ളൂ. അത് അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നത്. അത് മാത്രമല്ല, എവിടെയും കണ്ടുവരാത്തൊരു പ്രവണത വന്നാൽ നമുക്ക് റിട്ടേൺ വരുമ്പോൾ 10 രൂപക്ക് യാത്ര ചെയ്യുന്നൊരു സംവിധാനം പയ്യന്നൂർ മാത്രമാണ്. മീറ്റർ സംവിധാനം വന്നാൽ ഇതൊരു കാരണവശാലും നിലനിൽക്കില്ല. അത് നിൽക്കേണ്ടത് നമുക്ക് താല്പര്യം നിൽക്കണമെന്നില്ല. അത് ജനങ്ങളിപ്പം ഉപയോഗപ്പെടുത്തിക്കോട്ടെ. മീറ്റർ സംവിധാനം വന്നാൽ അത് നിലനിൽക്കില്ല, അത് പോകും. ആ ഒരു സംവിധാനം ഇവിടെ മാത്രമല്ല, ജനങ്ങൾക്ക് മാത്രം ഇങ്ങനെ ഒരു കമന്റ് വരുന്നതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതേ. നിങ്ങൾ വേറൊന്നുമില്ല അല്ലെ, പിന്നെ സമരം എന്നാ ഇനി എന്നാ നിങ്ങളുടെ പരിപാടി നിങ്ങൾ പറയണ്ട. കോർഡിനേഷൻ കമ്മിറ്റിന്റെ തീരുമാനപ്രകാരം പയ്യന്നൂരും മുന്നോട്ട് പോകും. അതെ അല്ലെ, ഇനിയിപ്പോ നിങ്ങൾ എന്തോ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട് തനതായിട്ട് കേരളത്തിലെ എല്ലാ RTO ഓഫീസുകൾക്കും ഒന്നുകൂടെ പറയാനുണ്ട്. ഈ മീറ്റർ ഇടുമ്പോൾ സഞ്ചാരയോഗ്യമായ റോഡുകൾ പയ്യന്നൂർ അത്യാവശ്യമാണ്. അത് നാല് പറയുന്നത് 90% റോഡുകളും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കും. സമരം നടത്തിയിട്ടുണ്ട്. ഇതുവരെ അതിനൊരു സാധ്യത ഇതുവരെ കിട്ടിയിട്ടില്ല. ആയിക്കോട്ടെ. അതെല്ലാം നിങ്ങൾ പറയുന്നതിൽ കുറെ കാര്യമുണ്ട്. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമമാണ്. ഇതാണ് പറയാനുള്ളത്. ഓട്ടോ തൊഴിലാളികളെ ഇത് ഞാൻ പറഞ്ഞോളാം. ഓട്ടോ തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അവരോട് ചർച്ച ചെയ്തിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ ആ രീതിയിൽ നടപ്പിലാക്കണം. അല്ല, അതിനോട് വിയോജിപ്പ് തന്നെയാണ്. ഒരു തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൊണ്ടുവരുന്ന സമയത്ത് ആ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലാളികളോട് ചർച്ച ചെയ്ത് അവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് തീരുമാനങ്ങൾ നടപ്പിലാക്കണം. അതോടൊപ്പം തന്നെ
ഓട്ടോ തൊഴിലാളികൾക്ക് അവരുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ വേതനം അതിൽ നിന്ന് ലഭിക്കണം. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് പിന്നെ മിതമായ വിലക്ക് ഓട്ടം ഓടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കണമെന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. അതുകൊണ്ട് പിന്നെ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നവര്, ഓട്ടോ തൊഴിലാളികള്, അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ് ഗവൺമെന്റ് സംവിധാനങ്ങൾ എടുക്കേണ്ടത്. അത് ഏകപക്ഷീയമായിട്ടല്ല എടുക്കേണ്ടത്, അത് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് ഇതിൽ യുക്തമായ തീരുമാനമെടുക്കണമെന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. ഈ ഒരു ലൈവ്, ഈ പ്രസക്തമായ വിഷയം പൊതുസമൂഹത്തിന്റെ ഇടയിൽ കാര്യമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച.